ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ നവരാത്രി സീരീസിലെ 6th വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ കളർ വന്നിട്ട് റെഡ് ആണ്. അപ്പോൾ ഞാൻ ഇന്ന് റെഡ് കാഞ്ചീപുരം സാരിയിലാണ് കേട്ടോ റെഡിയായി വന്നിട്ടുള്ളത്. എല്ലാ വീഡിയോയിലും അല്ലെങ്കിൽ മിക്ക വീഡിയോയിലും ഞാൻ ഇൻട്രോ എടുക്കുന്നത് നോർമൽ വേഷത്തിലായിരിക്കും, പിന്നെയാണ് ഞാൻ സാരി എടുത്ത് വരാറ്. അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി സാരി കൊടുത്തിട്ടുണ്ട്, മുടിയും കെട്ടിയിട്ടുണ്ട്. മുടി ജസ്റ്റ് ഞാൻ പിന്നിട്ടിട്ടുണ്ട്. മുല്ലപ്പൂ കിട്ടിയില്ല കേട്ടോ, അല്ലെങ്കിൽ മുല്ലപ്പൂ കൂടി വെക്കാനായിരുന്നു എൻ്റെ ഒരു പ്ലാന്. പിന്നെ മുടി കെട്ടിയത് വേണമെങ്കിൽ ഞാൻ പറയാം, ആദ്യം തന്നെ എങ്ങനെ മുടി കെട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് സൈഡിൽ ഞാൻ വകച്ചിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സൈഡിലോട്ടുള്ളൊരു പോർഷനും ഈ സൈഡിലേക്കുള്ളൊരു പോർഷനും ഞാൻ എടുത്ത് ഫ്രണ്ടിലേക്ക് ജസ്റ്റ് ഒരു പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഇങ്ങനെ ഒരു പാർട്ടീഷൻ എടുത്ത് എല്ലാം കൂടി ബാക്കിലേക്ക് ബാക്ക് കോംബ് ചെയ്ത് പിൻ ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്നുള്ള പോർഷൻ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് ഇവിടെ പിൻ ചെയ്തു, ഇവിടെ നിന്നുള്ളത് ട്വിസ്റ്റ് ചെയ്ത് ഇവിടെ തന്നെ പിൻ ചെയ്തു. പിൻ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒരു പഫ് പോലെ ആക്കി കൊടുത്താൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. എന്നിട്ടിതിൽ ഞാൻ നോർമലി പിന്നിടും. ഇത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരു കോംപ്ലിക്കേറ്റഡ് ഹെയർ സ്റ്റൈൽ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ കാണിക്കാത്തത്. പിന്നെ ഇന്ന് ഞാൻ ഹെൽത്ത് വൈസ് ഓക്കെ അല്ല. ഞാൻ പറഞ്ഞു 2-3 ദിവസം മുന്നേ ഞാൻ പറഞ്ഞല്ലോ, എവിടെയോ ഒരു മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. പെട്ടെന്ന് തന്നെ മുടി കെട്ടി. കൂടുതലായിട്ട് എനിക്ക് ഇത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഫാൻ ഇടും അല്ലെങ്കിൽ AC ഇടും. അപ്പോൾ രണ്ടിലും എനിക്ക് അധികം നേരം നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇന്ന് പെട്ടെന്ന് പണിയെല്ലാം തീർത്തതാണ് കേട്ടോ. പിന്നെ മാനസികമായിട്ട് നല്ല എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നൊരു ദിവസങ്ങളാണ്. ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ ഇട്ട് തുടങ്ങിയല്ലോ, ഇനി അത് ബ്രേക്ക് ചെയ്യാൻ വയ്യല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. മെൻ്റലി ഞാൻ ഒട്ടും ഓക്കെ അല്ല. ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തായിരുന്നു ആ കാരണം എന്ന് പറയാൻ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഞാൻ നിങ്ങളോട് എന്തായാലും പറയും കേട്ടോ. ഇപ്പം എന്തായാലും ഞാൻ പറയല്ലോ, മെൻ്റലി വല്ലാതെ തകർന്ന് എനിക്കിങ്ങനെ ഉള്ളിലുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതിരിക്കാനുള്ള കഴിവ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും. അതല്ല, ഏതെങ്കിലും ഒരു സ്പോട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ കരയാൻ തുടങ്ങിയാലോ, പിന്നെ എൻ്റെ കരച്ചിൽ നിർത്താനോ എനിക്ക് തന്നെ എന്നെ പഴയ പടിയിലേക്ക് ആക്കാനും നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക് ഡൗൺ ആവില്ല എന്നുള്ള ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് ഇങ്ങനെ മുന്നിലേക്ക് പോവാണ്. എന്തോ ഒരു ഓളത്തിന് ഇങ്ങനെ മുന്നിലേക്ക് പോകുന്ന പറയില്ലേ, അതുപോലത്തെ ഒരു കണ്ടീഷനാണ്. പക്ഷേ നമ്മൾ തിരിച്ചു വരും. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറുന്ന ഒരു കണ്ടീഷൻ വരും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിനും മെയിൻ എൻ്റെ ബാക്ക് ബോൺ, എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വിശാഖാണ്. ഈ ഒരു അവസ്ഥയിലും ഈ ഒരു സാഹചര്യത്തിലും ഈ ഒരു മൊമെൻറ്റിലും ഒക്കെ അതങ്ങനെ തന്നെയാണ്. അവനും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്ന് വരെ ഞാൻ ഇന്നലെ ഇന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ വിടാം. നമുക്ക് നമ്മുടെ കം ബാക്ക് ടു നമ്മുടെ പോയിന്റ്. നമുക്ക് നമ്മുടെ മേക്കപ്പ് തുടങ്ങാം. ഈസി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്ന്. എന്നിട്ട് പോലും ഞാൻ വിറക്കുന്നു നോക്കും. നമ്മുടെ മുഖത്ത് റിഫ്ലക്ട് ചെയ്യുന്ന പറയില്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് എനിക്ക് 2 ദിവസമായിട്ട് ആരോഗ്യ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നതുകൊണ്ട് തന്നെ ഞാൻ മേക്കപ്പ് ഒന്നും അധികം യൂസ് ചെയ്യുന്നില്ല. മേ ബി നമ്മൾ യൂസ് ചെയ്തതിന് ഏതെങ്കിലും അലർജി കാണുമെന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ആവാനുള്ളൊരു സാധ്യതയില്ല. കാരണം ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കല്യാണത്തിന് ആ സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷനോ കൺസീലറോ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. പ്ലമ്മിൻ്റെ സ്ട്രോക്ക് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ മുഖത്ത് നന്നായിട്ട് ഹെയർ വളർന്നിട്ടുണ്ട്. വാക്സ് ചെയ്യാനോ അല്ലെങ്കിൽ ത്രെഡ് ചെയ്യാനുള്ള നേരമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. നേരെ കിട്ടിയിട്ടില്ല എന്നുള്ളതല്ല, എനിക്കെന്തോ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എന്നെ വീണ്ടും നോവിക്കാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ഇന്ന് സ്ട്രോക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം, എൻ്റെ ഒരു അവസ്ഥ മാനിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, ഇതേ നമ്മുടെ സ്ട്രോക്ക് ക്രീം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കഴുത്തിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് വിയർക്കുന്നുണ്ട്. AC ഇട്ടിട്ട് പോലും ഞാൻ വിയർക്കുന്നുണ്ട്. ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം ഒരു നോർമൽ ബേസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേസിന് ഒരു സാധാ നോർമലായിട്ടുള്ളൊരു ക്രീം കളറായിട്ട് കൊടുക്കുന്നത്. എൻ്റെ കണ്ണിൽ ഇങ്ങനെ കണ്ണെഴുതിയിട്ട് ഇതിട്ട് കൊടുക്കുമ്പോൾ ഇതിനൊരു ന്യൂഡ് ഐ ലുക്കിൻ്റെ ഇത് വരുന്നുണ്ട്. ഞാൻ
ഐ ഷാഡോ പാലറ്റ് ഒന്നും കാണിക്കാത്തത്? ഇതങ്ങനെ ബ്രാൻഡഡ് ഐ ഷാഡോ ഒന്നുമല്ല, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇങ്ങനെ എന്തോ ഒരു ഓഫറിന് ഓർഡർ ചെയ്തതായിരുന്നു. പക്ഷെ സാധനം ഗംഭീരാട്ടോ. ഇത് വന്നിട്ട് ഒരു ന്യൂഡ് എന്നാണ് തോന്നുന്നത് ഈ ബ്രാൻഡിൻ്റെ പേര്. എന്താ പേരൊന്നും പോലും ഇതിലില്ല. ഈ ബ്രാൻഡാണ്, പക്ഷെ അടിപൊളി വാലറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ ഇത് രണ്ട് കണ്ണിലും ഒരു ബേസ് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ ചെറിയൊരു ഡാർക്കർ ഷെയ്ഡ് കൊടുക്കാം കേട്ടോ. ഡാർക്ക് ആവുന്നില്ലേ? എൻ്റെ ഏകദേശം ഓൾമോസ്റ്റ് ഒരു കളർ പോലെയാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കത് ഡാർക്ക് ഇട്ട് കൊടുക്കാം. അവസാനം ചെയ്ത് വന്നപ്പോൾ ഇന്നലത്തെ അതേപോലത്തെ ഷെയ്ഡായോ എന്ന് എനിക്കൊരു സംശയം. കുഴപ്പമില്ല, പക്ഷെ ഇതിലേക്ക് മാച്ചായി പോവും. നമുക്ക് റെഡ് ഐ ഷാഡോ എന്തായാലും ഇടാൻ പറ്റില്ലല്ലോ. ഓക്കെ, എന്തോ എനിക്ക് ചെയ്യുമ്പോൾ ഇന്നലത്തെയും മിനിഞ്ഞാന്തേനും പോലത്തെ ഒരു സ്പീഡ് അങ്ങോട്ട് കിട്ടുന്നില്ല. ഓക്കെ, ശരിയാവും. ഞാൻ എന്തായാലും ഒരു ഗ്ലിറ്ററിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരു ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോവാണ് എന്നൊക്കെ പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു നിങ്ങൾക്ക് തോന്നുമല്ലോ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ വീഡിയോ ഇടുന്ന പോലെ. ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ അല്ല കേട്ടോ. നമുക്കിങ്ങനെ ഒരു പരിധി വരെയല്ല അഭിനയിക്കാൻ പറ്റുള്ളൂ. ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് അഭിനയം സാധ്യമല്ലല്ലോ. അപ്പോൾ എനിക്ക് തീരെ പറ്റില്ല. എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ മുഖത്ത് പെട്ടെന്ന് റിഫ്ലക്റ്റ് ആവുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്താണ് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് പറയണ്ടേ. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്, പക്ഷേ എന്നാലും ആരോഗ്യപരമായ ബുദ്ധിമുട്ട് കൊണ്ട് ലൈഫിൽ തന്നെ വളരെ എന്താ പറയുക പ്രധാനപ്പെട്ടൊരു തീരുമാനം എടുക്കേണ്ട ഒരവസ്ഥ, അതിലൂടെ കടന്നു പോകുന്നത്. ആ തീരുമാനം എടുക്കാൻ എനിക്കറിയാം ആ തീരുമാനം എടുത്താലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ആ തീരുമാനം എടുക്കാൻ എനിക്ക് കുറച്ചധികം നേരം അല്ലെങ്കിൽ കുറച്ച് സമയം എനിക്ക് എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് വരാൻ കുറച്ച് സമയം എടുക്കേണ്ടി വരുന്നു. പക്ഷേ അത് ഇന്ന് രാത്രിക്കപ്പുറം ഞാൻ ആ തീരുമാനം എടുക്കാതെ പോയിട്ട് കാര്യമില്ല. ഇന്ന് രാത്രിക്കുള്ളിൽ ആ തീരുമാനം എടുത്തേ പറ്റൂ എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പല കാര്യങ്ങളും ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. എല്ലാം ശരിയാവും. ശരിയാവാതെ എവിടെ പോവാൻ. സത്യം പറഞ്ഞാലേ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞല്ലോ മെയിലാണ് അഡ്മിറ്റ് ആയിരുന്നത്. പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങൾ വീട് റൂം ഹോസ്പിറ്റൽ ഇതാണ് എൻ്റെ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ 3 മാസം അല്ലെങ്കിൽ ഈ 4 മാസം ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ലോകം എന്ന് പറയുന്നത് ഇതിങ്ങനെയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ്. സ്വാഭാവികമായിട്ടും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ രൂപം. നമുക്കൊരു പരിധി കഴിഞ്ഞ് നമ്മളെല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആവുമല്ലോ. പിന്നെ വീടിനകത്ത് ഇപ്പം നമ്മൾ കോവിഡ് കാലത്താണെങ്കിലും നമ്മൾ ആ വീടിനകത്തിരുന്ന് ഇരുത്തം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ. അതുപോലെ തന്നെയാണ് എൻ്റെ അവസ്ഥ. നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യും കാലും ഒന്നിനൊരു ബുദ്ധിമുട്ടില്ല. എനിക്ക് പുറത്തിറങ്ങാൻ നടക്കാം, വീടിന് പുറത്തിറങ്ങി മുറ്റത്തിറങ്ങി നടക്കാം, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ വീടിൻ്റെ ഗേറ്റിനപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു 4-5 മാസം വീടിനകത്ത് റൂമിൽ, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ചെക്കപ്പിനാണ്, പിന്നെ അല്ലെങ്കിൽ ECG എടുക്കാൻ, അല്ലെങ്കിൽ CT എടുക്കാൻ, അല്ലെങ്കിൽ എക്സ്റേ എടുക്കാൻ, ഇതിനൊക്കെയാണ് എൻ്റെ യാത്രകൾ. ആ എന്താ പറയുക മാനസിക ബുദ്ധിമുട്ടത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. അതൊരു പരിധി വരെ എന്നെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര കുറച്ചും കൂടി അങ്ങനെ നമ്മൾ തളർന്നു പോകാന്ന് പറയില്ലേ, അതിനേക്കാളൊക്കെ കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് മുന്നോട്ട് വരാൻ അതെന്നെ ഒരു പരിധിയിലപ്പുറം നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിത് സീരിയസ് ആക്കി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എൻ്റെ 2-3 ഫ്രണ്ട്സ്, എൻ്റെ കസിൻസ്, അജു ഇല്ലേ, ഞാൻ എപ്പോഴും എൻ്റെ പല വീഡിയോകളിലും കാണുന്ന ആളാണ് അജു. അങ്ങനെ അജു
ഓഫ് കോഴ്സ് വിശാഖ്, അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും ഹെൽപ്പോട് കൂടി കുറച്ചും കൂടി സീരിയസ് ആക്കി എടുക്കാൻ എനിക്ക് പറ്റി. അതിൽ തന്നെ പല ആളുകൾ, സോറി എൻ്റെ കണ്ണിലൊന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഈ കൈ ആയിട്ടൊന്ന് ഞാനൊന്ന് അത് വൈപ്പ് ചെയ്യട്ടെ എന്നിട്ട് പറയാം കേട്ടോ. ബാക്കി സംസാരിച്ചിട്ട് വരാം. അല്ല ഓക്കെ, ഞാൻ ഇത് വൈപ്പ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ ഗ്യാപ്പിൽ ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട് കേട്ടോ. നോർമൽ കണ്ണ് ഞാൻ ഇന്ന് വരുന്ന പോലെ സ്മഡ്ജ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അടിയിൽ ഞാൻ ഇത്രയും ദിവസം എഴുതാത്ത പോലെ നന്നായിട്ട് കറുപ്പിച്ച് എഴുതി കൊടുത്തിട്ടുണ്ട്. എനിക്കെന്തോ ഇതിലേക്ക് അങ്ങനെ മാച്ച് ആവും എന്ന് തോന്നി. അപ്പം ഞാനിതേ കണ്ണൊക്കെ എഴുതി സെറ്റായിട്ടുണ്ട്. ഫസ്റ്റ് എനിക്ക് ഐബ്രോ ആട്ടോ ഫിൽ ചെയ്ത് കൊടുക്കാനുള്ളത്. എന്തോ കണ്ണ് എഴുതിയത് ഇന്നത്തെയും നന്നായിട്ട് ഞാൻ ഭയങ്കര സെൽഫ് സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ കണ്ണെഴുതല്. കാരണം എനിക്ക് മാച്ചുള്ള പോലെ മാത്രമേ ഞാൻ കണ്ണെഴുതാറുള്ളൂ. അല്ലാതെ പരീക്ഷണങ്ങൾ ഞാൻ എൻ്റെ കണ്ണിലും മുഖത്തൊന്നും കുറച്ചായിട്ട് ചെയ്യാത്ത കാരണേ ഐബ്രോ ഒന്നും കൂടി കുറച്ചും കൂടി ഡാർക്കാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത് ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്നും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നു, ഞാൻ ഡ്രസ്സൊക്കെ മാറ്റുന്നു, അപ്പം തന്നെ എഡിറ്റ് ചെയ്യാം, അപ്പം തന്നെ അപ്ലോഡ് ചെയ്യുക. അത്രയും വൈകിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. കാരണം എനിക്കെന്തോ അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ മനഃപൂർവ്വം ചെയ്യാൻ വേണ്ടാന്ന് വയ്ക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നതല്ല. പക്ഷേ എനിക്കെന്തോ പറ്റുന്നില്ല. ഈവൻ എന്ന് വിശാലിനായിട്ട് പോലും ഇന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഓക്കെ, ശരിയാവുമായിരിക്കും അല്ലേ? അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ആക്കാൻ പോവാണ്. ലിപ്സ്റ്റിക്കും പിന്നെ അതുപോലെ തന്നെ ബ്ലഷും അത്ര മാത്രമേ ഇനിയുള്ളൂ. പൊട്ടൊന്നെങ്കിൽ റെഡ്, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ തൊട്ടുകൊടുത്ത പോലെ ഒരു ബ്ലാക്ക്. കുറേ കാലത്തിന് ശേഷം അവിടെ ഡാർക്ക് ലിപ്സ്റ്റിക് ഇടുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഹെയർ കെയർ ഞാൻ നോർമലി ഹെയർ കെയർ വീഡിയോ ആണ് ചെയ്യാറ്. ഹെയർ കെയർ വീഡിയോ എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഹെയർ കെയർ വീഡിയോ ആണ് ആദ്യം നന്നായിട്ട് ചെയ്തിരുന്നത്. നന്നായിട്ടല്ല, കുറച്ചൊക്കെ. അപ്പോൾ അതിന് എൻ്റെ നല്ല വ്യൂസും പോയിരുന്നായിരുന്നു. ഇപ്പം ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇടുന്നതുകൊണ്ടാണോ എൻ്റെ വ്യൂസിന് അത് ഇഷ്ടമല്ലാഞ്ഞിട്ടോ എന്താണെന്ന് എനിക്കറിയില്ല. വ്യൂസ് വളരെ കുറവാണ്. പക്ഷേ വ്യൂസും ഇനി ഇതും കൂടി ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഡിപ്രഷനിലേക്കൊക്കെ പോകാമെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് മേ ബി ഞാൻ നീങ്ങും. പക്ഷെ എനിക്ക് എന്താ പറയുക, സസ്റ്റെയിൻ ചെയ്തേ പറ്റൂ, ഓവർകം ചെയ്തേ പറ്റൂ. എന്താ പറയുക, ഇങ്ങനത്തെ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു നമ്മളിങ്ങനെ എന്താ പറയുക വഴി നിലച്ച് പോകാമെന്നറിയില്ല. നമ്മളെ മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ബോധ്യമില്ലാതെ അങ്ങനത്തെ ഒക്കെ അവസ്ഥയാണ്. ചിലപ്പോൾ എന്താ വെച്ചാൽ ഇത് ലൈഫിൽ എല്ലാവർക്കും ഉണ്ടാവും ഇതുപോലത്തെ അവസ്ഥകൾ. പക്ഷെ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ മുന്നിൽ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് വയ്യാതെയാവണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്നിട്ട് ആണ് ഇപ്പം ഈ പറഞ്ഞ കണ്ടീഷനിലേക്ക് എത്തുന്നത്. അത് എൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ടാണ് ഒരു പരിധി വരെ. അതാണ് എനിക്ക് ഇത്ര ബുദ്ധിമുട്ട്. ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം വരില്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിത്ര സങ്കടവും കുറ്റബോധവും എനിക്ക് എന്നോട് തന്നെ ദേഷ്യവും ഒക്കെ. ഇനി ആ വിഷമവും ആ ടെൻഷനും മനസ്സിൽ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ ആ ടെൻഷനും ഇങ്ങനെ ഏറ്റിക്കൊണ്ട് അടുത്തൊരു ഹോസ്പിറ്റലൈസ്ഡ് അല്ലെങ്കിൽ അടുത്തൊരു ആരോഗ്യ ബുദ്ധിമുട്ടിലേക്ക് പോവാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചു. വീഡിയോ ഇട്ടത് ഞാൻ അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും അതിനുവേണ്ടി ഞാൻ എൻ്റെ സമയം കണ്ടെത്തുന്നതും പുസ്തകങ്ങൾ വായിക്കുന്നതും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നിലവിലുള്ള പ്രശ്നം കാരണം അടുത്തൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നോട് തന്നെ
സ്ട്രഗിൾ ചെയ്യുന്നത്. ഞാനിങ്ങനെ എന്താ പറയുക, അങ്ങനെ എന്താ പറയുക, എനിക്ക് പുസ്തകം വായിക്കണം എന്നില്ല, എനിക്ക് വീഡിയോ എടുക്കണം എന്നില്ല, ഇതൊന്നുമില്ല. പക്ഷെ ഞാൻ മനഃപൂർവ്വം ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ എന്നെ ഞാനിങ്ങനെ അങ്ങനെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥയിലൂടെ കടന്നു പോവാന്ന് പറയില്ലേ, ശരിയാവുമായിരിക്കും അല്ലേ? എന്തായാലും നിങ്ങൾക്ക് എൻ്റെ സാരി ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എൻ്റെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാനിങ്ങനെ സാരി നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. വയ്യ ഇന്നും, അതുകൊണ്ടാണ്. നല്ല തലവേദനയുണ്ട്. അങ്ങനെ ഇങ്ങനെ കരയാനെങ്ങനെ എന്താ പറയുക, ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകും. ഇല്ല, കരയില്ല. ഇല്ല. ഓക്കെ, അപ്പം എൻ്റെ സാരി ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ ആശിച്ച് മോഹിച്ച് അധ്വാനിച്ച് മേടിച്ച എൻ്റെ ഫസ്റ്റ് കാഞ്ചീപുരം സാരിയാണ്. എനിക്കെന്തോ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. ഞാൻ ഈ സാരി ഇങ്ങനെ അധികം കൊടുത്തിട്ടില്ല, അത് 2ാമത്തെ 3ാമത്തെ തവണ ഇങ്ങനെ എടുക്കുന്നുള്ളൂ. പക്ഷേ ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ ലോങ് ഷോട്ട് ഞാൻ എന്തായാലും കാണിക്കാം കേട്ടോ ഫസ്റ്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലുക്കിൽ ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പൊട്ട് കുത്തി കൊടുക്കൽ മാത്രമേ ഇനി ഇതിലുള്ളൂ. നമുക്ക് ബ്ലഷ് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആക്സസറീസ് പെയർ ചെയ്യാം. അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ആക്സസറി ഇട്ടിട്ട് നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ബ്ലഷ് കുറച്ചും കൂടി ഒരു ഓറഞ്ച് വേണോ, കുറച്ചൊരു പിങ്ക് ഷെയ്ഡ് വേണോ, നമുക്ക് ആ ഒരു ആക്സസറീസും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഇടുപ്പ് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ആക്സസറീസ് ഇട്ടിട്ട് വരാം കേട്ടോ. ഞാൻ ഈ സൈഡിൽ നിന്നും കുറച്ച് എയർസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആക്സസറീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു ആൻറ്റിക് ചെയിനാണ്. ഇതെൻ്റെ കല്യാണത്തിന്, എൻ്റെ വെഡ്ഡിങ് ഓർണമെൻ്റ് ആണ്. അതുപോലെ തന്നെ കമ്മലും വെഡ്ഡിങ്ങിൻ്റെയാണ്, വളയും വെഡ്ഡിങ്ങിൻ്റെയാണ്. ഓക്കെ, ഇനി ഇതൊന്നും ഇടാൻ പറ്റിയില്ലെങ്കിലും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് അങ്ങോട്ട് അഞ്ഞിരുന്നാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പറയണേ. എൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടോ, എൻ്റെ സാരി ഇഷ്ടപ്പെട്ടോ, എനിക്ക് മാച്ച് ആവുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നിങ്ങൾ എന്തായാലും പറയണം കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലഷ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അല്ലെങ്കിൽ നവരാത്രി സീരീസിലെ 6th വീഡിയോയുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. ഞാൻ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഇട്ട് എടുക്കണുള്ളൂ കേട്ടോ. ബ്ലഷ് ഇടുമ്പോൾ ഇങ്ങനെ അങ്ങനെ ചിരിച്ച് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നാലേ അത് നമ്മുടെ ആ ഒരു ഭംഗി അതിനുണ്ടാവുള്ളൂ. ആകെപ്പാടൊരു എന്താ പറയുക, രാജമാതാ ശിവഗാമി ലുക്ക് ഉണ്ടോ. പക്ഷെ എനിക്കെന്തോ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങാൻ ഇഷ്ടമാണ്. പക്ഷേ ഈ കമ്മലിൻ്റെ കുറച്ചും കൂടി വേറൊരു കമ്മലിട്ടാൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. എനിക്ക് തപ്പി പിടിച്ച് വരടാം അത് തോന്നുന്നില്ല. എനിക്ക് ഈ മാലയ്ക്ക് എപ്പോഴും ഈ ഒരു കമ്മൽ ഇടുന്നതാണ് ഇഷ്ടം. കാരണം ഇത് രണ്ടും ഞാൻ അങ്ങനെ നോക്കിയെടുത്ത മാലയും അതുപോലെ തന്നെ കമ്മലുമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നമ്മുടെ നവരാത്രി സീരീസിലെ 6th വീഡിയോ. നമ്മുടെ കളർ വന്നിട്ട് റെഡാണ്. അപ്പോൾ റെഡിൽ എൻ്റെ ഔട്ട്ലുക്ക് അല്ലെങ്കിൽ എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. എൻ്റെ ഓർണമെൻറ്റ്സ് ഇഷ്ടപ്പെട്ടോ, എൻ്റെ ഐ മേക്കപ്പ് ഇഷ്ടപ്പെട്ടോ, എൻ്റെ ടോട്ടൽ ഔട്ട്ലുക്ക് എങ്ങനെയുണ്ട്, ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടോ എന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ അടുത്ത കളറായിട്ട് ഞാൻ വരും. അതുവരേക്കും ടാറ്റാ.